അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലു അൻ-നാസ അൽ-ജന്നഹ്. ജനങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു. ഏറ്റവും അധികം ആളുകൾ എന്തുകൊണ്ടാണ് നബിയെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്. തഖ്വല്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. രണ്ട് വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ്. തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ സൂക്ഷിക്കലും നല്ല സ്വഭാവവുമാണ് ഒരാളെ ഏറ്റവും അധികം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ട് കാര്യങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്, തഖ്വയാണ്. രണ്ട് നല്ല സ്വഭാവമാണ്. നോക്കൂ നിങ്ങൾ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവുമായുള്ള നിന്റെ സ്വഭാവം നീ നന്നാക്കി കഴിഞ്ഞു. നീ ജനങ്ങളോട് നല്ലപോലെ പെരുമാറിയാൽ നീ അവരുമായുള്ള കാര്യവും പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ നിനക്ക് സ്വർഗമല്ലാതെ മറ്റെന്താണ് ലഭിക്കുക? രണ്ട് കാര്യമാണ് ഒരാൾ നന്നാക്കേണ്ടത്, അല്ലേ? അതല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒന്നുകൂടി വിശദീകരിച്ചാൽ മൂന്ന് കാര്യം എന്ന് പറയാം. ഒന്ന് അള്ളാഹുവുമായുള്ള ബന്ധമാണ്. അത് മോശമാക്കിയാൽ പിന്നെ നിന്റെ സ്വഭാവം നാട്ടുകാരോട് എല്ലാവരോടും നീ നന്നാക്കിയിട്ടു കാര്യമില്ല. നീ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുന്നു, അള്ളാഹുവിനോട് അഹങ്കാരം കാണിക്കുന്നു, ശിർക്ക് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നു. ദുനിയാവിൽ എല്ലാവരോടും നീ നല്ലത് പെരുമാറിയിട്ടും കാര്യമില്ല. അള്ളാഹുവിനോടുള്ള നിന്റെ സ്വഭാവം മോശമായാൽ നിന്റെ കാര്യം അവസാനിച്ചു. അള്ളാഹുവിനോട് എന്താണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. ആകെ ജനങ്ങളോടുള്ള സ്വഭാവം മാത്രമല്ല, ഇസ്ലാമിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നല്ല സ്വഭാവം ആരോടാണ്? അള്ളാഹുവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇസ്തഹി മിനല്ലാഹി ഹഖ്ഖൽ ഹയാ. നീ അള്ളാഹുവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ ലജ്ജ കാണിക്കണം. അള്ളാഹുവിനോട് ലജ്ജയുണ്ട്. നോക്കൂ, അള്ളാഹുവിനോട് ലജ്ജയുണ്ട്. അവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ലജ്ജിക്കണം. അള്ളാഹുവിനോടുള്ള പെരുമാറ്റം നന്നാക്കണം. രണ്ടാമത്തേത്, നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് നിന്റെ പെരുമാറ്റം നന്നാക്കണം. അതാണ് മുആമലത്തുൽ ഖൽഖ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുലുഖ് എന്നീ ഹദീസിൽ പറഞ്ഞത്. ജനങ്ങളോട് സ്വഭാവം നന്നാക്കണം. നിന്റെ മാതാപിതാക്കളോട്, ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, അയൽക്കാരോട്, പ്രായത്തിന് മൂത്ത ആളുകളോട്, പ്രായത്തിൽ ചെറിയ ആളുകളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്ന മൻ ലം യർഹം സഗീറന വലം യുവഖിർ കബീറന. നമ്മിൽപ്പെട്ടവനല്ല ആര്? വലിയവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ. വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് വിശദീകരിച്ച ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, നിന്നേക്കാൾ ഒരു മിനിറ്റ് മുൻപ് ജനിച്ചവനാണ് എങ്കിലും അവനോട് അതിൻ്റെ ബാധ്യത നീ പാലിക്കണം. ഒരു മിനിറ്റ് മുൻപ് ജനിച്ചവനാണെങ്കിൽ പോലും നിന്നേക്കാൾ നേരത്തെ വന്നവൻ അവന് പരിഗണനയുണ്ട്. വയസ്സ് എത്ര ചെറുതാണ് എങ്കിലും, എത്ര ചെറിയ ഇടവേളയാണ് നിനക്കും അവർക്കും ഇടയിലുള്ളത് എങ്കിൽ, ചില ആളുകൾ ജ്യേഷ്ഠനോട് ഫ്രണ്ട്സിനെ പോലെയാണെന്ന് പറയും. ജ്യേഷ്ഠൻ ചിലപ്പോൾ കയറി വരുന്നു, കസേരയില്ല ഇരിക്കാൻ, അവൻ അവിടെ തന്നെ കാല് കയറ്റി വെച്ചിരിക്കും. ജ്യേഷ്ഠൻ ഒന്ന് എണീറ്റ് കൊടുക്കണം, അയാൾക്ക് കസേര ഇട്ട് കൊടുക്കണം. അവൻ നിന്റെ മൂത്തയാളാണ്, അവരെ ബഹുമാനിക്കണം. ചെറിയവരോട് കരുണ കാണിക്കുക. അവൻ എൻ്റെ അനിയനല്ല. ചില ആളുകൾ ചിലപ്പോൾ നാട്ടിലുള്ള എല്ലാ കുട്ടികളായിട്ടും ഫ്രണ്ട്സ് ആയിരിക്കും, അവൻ്റെ അനിയനോട് മാത്രം ഒരു ബന്ധം ഉണ്ടാവില്ല. എൻ്റെ അനിയനോട് കരുണ കാണിക്കണം. അവനക്ക് കുടുംബബന്ധം കൂടിയാണ്. സഹോദരങ്ങളെ, ഒന്ന് അള്ളാഹുവിനോടുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് നിന്റെ ചുറ്റുപാടുമുള്ളവരോട്. മൂന്നാമത്തെ ആരോടെ? മൂന്നാമത് നന്നായി പെരുമാറുന്നത് നിന്നോട് തന്നെയാണ്. നിന്നോട് നീ നല്ല പെരുമാറ്റമുള്ളവനാകാം. നിന്നോട് നീ അനീതി കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞതുപോലെ, വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖുൻ. നിനക്ക് നിന്റെ സ്വന്തത്തോട് ബാധ്യതയുണ്ട്. ഇസ്ലാം അതുകൊണ്ടാണ് സ്വന്തത്തോട് കൂടി നല്ല രൂപത്തിൽ പെരുമാറാൻ പാടുള്ളൂ. ഹദീസിൽ കാണാം, അല്ലേ, ഒരാൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ വെയിലത്തിരിക്കാണെന്ന് വിചാരിക്കുക. വെയിൽ അവന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോയി, അവന്റെ ശരീരം പകുതി വെയിലിലും പകുതി തണലിലുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഒന്നല്ലെങ്കിൽ
വെയിലത്തേക്ക് പൂർണ്ണമായിരിക്കാൻ, അതല്ലെങ്കിൽ തണലത്തേക്ക് പൂർണ്ണമായിരിക്കാൻ. ആ ഹദീസ് വിശദീകരിച്ച ചില ഉലമാക്കൾ പറഞ്ഞു അത് ശരീരത്തോടുള്ള നീതിയാണ്. ശരീരത്തിന്റെ ഒരു ഭാഗം ചൂട് അനുഭവിക്കുകയും മറുഭാഗം തണൽ അനുഭവിപ്പിക്കുകയും ചെയ്യരുത്. ശരീരം മുഴുവനായി ഒന്നല്ലെങ്കിൽ വെയിൽ കൊള്ളട്ടെ, അതല്ലെങ്കിൽ മുഴുവനായി തണൽ കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും ഒറ്റ ചെരുപ്പിട്ട് ധരിക്കരുത്, നടക്കരുത്. ഒന്നല്ലെങ്കിൽ അവൻ രണ്ടും ധരിക്കട്ടെ, അല്ലെങ്കിൽ രണ്ടും ഊരി വെക്കട്ടെ. ഉലമാക്കൾ പറഞ്ഞു ഇത് ശരീരത്തോടുള്ള നീതിയാണ്. നീ ഒരു കാലിൽ ചെരുപ്പ് ധരിച്ചാൽ ആ കാല് മാത്രം വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ തണുപ്പ് അനുഭവിക്കണം. എന്നാൽ രണ്ടും ഊരി വെച്ചാൽ രണ്ടും ഒരുപോലെയാണ്, അതല്ലെങ്കിൽ രണ്ടും ധരിച്ചാൽ രണ്ടും ഒരുപോലെയാണ്. സ്വന്തം ശരീരത്തോട് നീതി കാണിക്കണം, ആ നീതി കാണിക്കരുത്. 3 വിഭാഗം ആളുകളോട് നല്ല സ്വഭാവമുണ്ട്. ഒന്ന് റബ്ബിനോടാണ് സുബ്ഹാനഹു വ തആല, 2 നിന്റെ ചുറ്റുപാടുമുള്ളവരോടാണ്, 3 നിന്റെ ശരീരത്തോടാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.